നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിന്റെ പ്രത്യേക ദൗത്യസംഘം തീരദേശ മേഖലകൾ സന്ദർശിച്ചു. കയ്പമംഗലം ചെളിങ്ങാട് പള്ളിനടയിൽ സെന്റ് ജോസഫ്സ് ദേവാലയത്തിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിലെയും ഫിഷറീസ്, മൃഗസംരക്ഷണ മന്ത്രാലയത്തിലെയും വിദഗ്ധ സംഘം നാട്ടിക തളിക്കുളം പഞ്ചായത്തിലെ പ്രധാന തീരപ്രദേശങ്ങൾ സന്ദർശിച്ചു. മിനി ഹാർബറിൻ്റെയും ലാൻഡിംഗ് പ്ലേസിൻ്റെയും ലൈറ്റ് ഹൗസിൻ്റെയും സാധ്യതകൾ വിലയിരുത്തുകയും മത്സ്യപ്രവർത്തന മേഖല നേരിടുന്ന പ്രതിസന്ധികളും അവരുടെ ആവശ്യങ്ങളും മത്സ്യപ്രവർത്തക സംഘം, ധീവരസഭ, കൊടിയമ്പുഴ ദേവസ്വം തുടങ്ങിയ വിവിധ സംഘടനാ നേതാക്കളിൽ നിന്നും നിവേദനം ഏറ്റുവാങ്ങി. മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഡയറക്ടർ അനിൽ ആന്റണി, കൊച്ചിൻ പോർട്ട് അതോറിറ്റി CME ഭഗത് സിംഗ്, മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ഡയറക്ടർ MB ബല്ല എന്നിവരും കേന്ദ്രമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായ രാജേഷും മറ്റ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചു. BJPയുടെ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് നേതാക്കളും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. മത്സ്യസമ്പദ് യോജന പ്രകാരം കൂടുതൽ ബോട്ട് ഉണ്ടെങ്കിൽ ഫിഷിംഗ് ഹാർബർ നമുക്ക് നൽകാൻ കഴിയുള്ളൂ, അതല്ലെങ്കിൽ ലാൻഡിംഗ് സെന്റർ ആയിരിക്കും തരാൻ കഴിയുക. അപ്പോൾ അതിന്റെ ഒരു കണക്ക് നമുക്ക് എടുക്കണം. ഇവിടെ എത്ര ബോട്ട് ഉണ്ടോ നമുക്ക് കണക്കെടുത്ത് നടക്കണം. Right now, actually, there is one fishing harbor in Chittua. It is around 11 kilometers from here. Chittua 11 kilometers now. And another Munambam, it is around 27 kilometers. അടുത്തായിട്ട് ചേറ്റുവ ഫിഷിംഗ് ഹാർബർ ഓൾറെഡി ഉണ്ട്. അതിനുശേഷം 47 കിലോമീറ്റർ ദൂരത്തിൽ മുനമ്പത്ത് ഒരു ഫിഷിംഗ് ഹാർബർ. Only 11 kilometers. 11 kilometers. ചേറ്റുവ. And Munambam is 27 kilometers. 27 കിലോമീറ്റേഴ്സിൽ 27 കിലോമീറ്ററിൽ മുനമ്പവും. രണ്ട് ഫിഷിംഗ് ഹാർബറാണ് ഇതിന് ചുറ്റളവിലുള്ളത്. Normally, we will take 5 meters that side, this side. Total number of boats operating in and around 10 kilometers from this area. നമ്മുടെ അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്തികളെ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശിയുടെ മഹാദേവൻ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത്. അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. വള്ളത്തിൽ 10 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 5000 കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടികൂടിയത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. വെള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ ഷൈബു VM, പ്രശാന്ത് കുമാർ BN, സീഗാർഡ്സ് വർഗീസ്, ജിഫിൻ, ശ്രേയസ്, ഡ്രൈവർ അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പനാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. കയ്പമംഗലം ചെളിങ്ങാട് പള്ളിനടയിൽ സെന്റ് ജോസഫ് ദേവാലയത്തിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. പള്ളിക്കുള്ളിലെ 5 നേർച്ചപ്പെട്ടികളാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയിട്ടുള്ളത്. 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു നേർച്ചപ്പെട്ടി തകരാറായിരിക്കുന്നത് കണ്ട് പള്ളിയിലെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സെപ്റ്റംബർ 24 മുതൽ വിവിധ ദിവസങ്ങളിലായി ഉച്ചസമയത്ത് കള്ളൻ പള്ളിക്കുള്ളിൽ കടന്ന് നേർച്ചപ്പെട്ടികൾ കുത്തിത്തുറക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പരിശുദ്ധ മംഗളമാതാവിന്റെ ജപമാല മാസാചരണത്തിന് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി തിരിതെളിച്ചു. ഒക്ടോബർ മാസം മുഴുവനും രാവിലെ 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഖണ്ഡ ജപമാല ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് പൊതു ആരാധനയും 6 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് ജപമാല പ്രദർശനവും ഉണ്ടായിരിക്കും. മാതാവിൻ്റെ അഖണ്ഡ ജപമാല ആരംഭിച്ചിട്ട് 25 വർഷം തികയുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹാശീസുകൾ തേടി നിരവധി വിശ്വാസികളാണ് എത്തിച്ചേരുന്നതെന്ന് ഫാദർ ജോഫിൻ അക്കര പട്ടേക്കൽ, തിരുനാൾ കൺവീനർ ഷാജു ഡേവിഡ്, മാനേജിംഗ് ട്രസ്റ്റി ജോസഫ് അരിമ്പൂർ, ജോബി ചെറമ്മൽ, ഷൈൻ തട്ടിൽ, ജോസഫ് CC, ആന്റണി ജോസഫ് എന്നിവർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ യൂണിറ്റ് അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങ് KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CS പ്രദീപ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കണ്ണച്ചങ്കടവ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ഷിജി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 75 വയസ്സ് പിന്നിട്ട അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ആനി മുരളി, ട്രഷറർ VB രാജീവ്, ജില്ലാ കമ്മിറ്റി അംഗം ശ്യാമളാദേവി ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ T ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് ബാലകൃഷ്ണൻ കൊച്ചത്ത്, മുൻ യൂണിറ്റ് പ്രസിഡന്റ് KP ജോൺസൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് പൂതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യയിൽ മാമ്പുള്ളി, വേദസാര, എറവ്, പാരിജാതം, കാരമുക്ക്, നടനഭാരതി എന്നീ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളികൾ അരങ്ങേറി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി CP രമേശ് ചെങ്ങല്ലൂർ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, കമ്മിറ്റി അംഗങ്ങളായ സുബ്രൻ കാര്യാട്ട്, PP പ്രമോദ്, MG പ്രദീപ്, TB ബാബു, TK മനോജ്, വിശ്വനാഥൻ, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ഇന്ദിര വിശ്വനാഥൻ, യൂത്ത് വിംഗ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KSSPU ഏങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും അശീതി അഭിഷിക്തരെ ആദരിക്കലും നടത്തി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. KSSPU ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ റീത്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് കൗൺസിലിംഗ് സ്റ്റാഫ് ഷമീർ ക്ലാസ് നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി KS അജിത് കുമാർ, ട്രഷറർ MD ജോസ് മാസ്റ്റർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വത്സ അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ ടീച്ചർ, ഏങ്ങണ്ടിയൂർ യൂണിറ്റ് മുൻ പ്രസിഡന്റ് PK മുരളീധരൻ, P രമാദേവി എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പുഴുവായിരുന്ന ഘട്ടത്തിൽ നമ്മൾ പതുക്കെ കയറി പിന്നെ കുരങ്ങനും മറ്റേ കുതിരയും ഒക്കെയായി നമ്മൾ ഓടിയതും കഴുതനെ പോലെ ഭാരം ചുമന്ന് നമ്മുടെ വീടിന് വേണ്ടിയിട്ടും അധ്യാപകരാണെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളും ഒരു പൊതുസമൂഹം വളർത്തിയെടുക്കാൻ വേണ്ടി ഏറ്റവും അധികം തങ്ങളെ കൊണ്ടുള്ള സഹായങ്ങൾ ചെയ്ത് തങ്ങളിലൂടെ ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നവരാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് വളരെയധികം നമ്മളെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ 3ാം ദിവസത്തെ കലാപരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് കുമാർ നിർവഹിച്ചു. വികസന സാധ്യതകളുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇന്ന് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തരമൊരു കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് മാറി.
നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മാത്തുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത്, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ ചെറുകര, ഭാരവാഹികളായ സരിത ഗണേഷ്, നന്ദകുമാർ ഇത്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃപ്പയാർ മേഖല സംഘടിപ്പിച്ച യോഗത്തിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ഹോ, ലോഡർ, എക്സ്കവേറ്റർ തുടങ്ങിയ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക 2025 ഒക്ടോബർ 1 മുതൽ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. 10 മുതൽ 20% വരെയാണ് വാടക വർധനവ് നിശ്ചയിച്ചിട്ടുള്ളത്. 2021 ശേഷം മിഷനറി വിലയിൽ ഗണ്യമായ വർധനവും സ്പെയർ പാർട്സ് ഓപ്പറേറ്റർമാരുടെ ശമ്പള, ഇന്ധനവില എന്നിവയുടെ വർധനവ് കാരണം പ്രതിസന്ധിയിലാണെന്ന് ഇവർ പറഞ്ഞു. തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഒക്ടോബർ 1 മുതൽ വാടക വർധനവ് നിലവിൽ വരും. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ജനങ്ങളെ അറിയിക്കുന്നതിനായി JCB, ഹിറ്റാച്ചി, ടിപ്പർ എന്നിവയുടെ വാഹന പ്രചരണ റാലി തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. കോതകുളം, നാട്ടിക, തളിക്കുളം, വാടാനപ്പള്ളി എന്നിവിടങ്ങളിൽ കൂടി കടന്നുപോയി തൃപ്പയാർ ജംഗ്ഷനിൽ സമാപിച്ചു. വാഹന പ്രചരണ ജാഥ തൃപ്പയാർ മേഖലാ പ്രസിഡന്റ് VS സുനിൽ ദത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. സെക്രട്ടറി OJ ലിജോ, സംസ്ഥാന കമ്മിറ്റി അംഗവും ട്രഷററുമായ CO ജിൻഡോ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഒരു വാഹന ഘോഷയാത്രയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന കാര്യം ഈ മേഖല വളരെയേറെ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീസൽ വില വർധനവ്, അതുപോലെ തന്നെ JCB, ഹിറ്റാച്ചി തുടങ്ങിയ മെഷീനുകൾക്ക് വന്നിട്ടുള്ള ഭീമമായിട്ടുള്ള വില വർധനവ്, സ്പെയർ പാർട്സുകൾക്ക് വന്നിട്ടുള്ള വില വർധനവ്, അതുപോലെ തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി വർധനവ്, ഇതൊക്കെ മൂലം ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. KSSPA അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി വയോജന ദിനത്തിൽ പഴയകാല മെമ്പറായ PP ആന്റണിയെ ആദരിച്ചു. KSSPA അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KA തോമസ് പൊന്നാട അണിയിച്ചു. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഈനാശു, PT പോൾ, ദിലീഷ് കൊട്ടിലിക്കൽ, CK വിൻസെന്റ്, CC ഡേവിസ്, PC ഔസേഫ്, KL അന്തോണി, MM സ്വതന്ത്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും വോട്ടവകാശത്തെ നിഷേധിക്കുന്ന ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണ പ്രചരണ പരിപാടി കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സമീർ ഹംസ, KPCC മെമ്പർ CA സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച നടക്കുന്ന പഞ്ചായത്തിനെതിരെയുള്ള കുറ്റവിചാരണ ജാഥയുടെ പോസ്റ്റർ വിതരണ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് പബ്ലിസിറ്റി ചെയർമാൻ സുനിൽ വാലത്തിന് കൈമാറി നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി യൂണിറ്റ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ ജീവിതശൈലി രോഗങ്ങളും വയോജനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആരോഗ്യ പഠന ക്ലാസ് നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ട്രഷറർ AM അബ്ദുൾ ജലാൽ, ജോയിന്റ് സെക്രട്ടറി VB രഘു, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി KN വിമല ടീച്ചർ, യൂണിറ്റ് രക്ഷാധികാരി K പ്രഭാകരൻ പിള്ള, ബ്ലോക്ക് കമ്മിറ്റി അംഗം TR ശശികല ടീച്ചർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി CP രാജേന്ദ്ര കുമാർ മാസ്റ്റർ, P പങ്കജൻ ടീച്ചർ എന്നിവർ സംസാരിച്ചു.
ഒരു പ്രമേയം കൊണ്ടുവരികയാണ് 1948. ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണം അത് വളരെ അത്യാവശ്യമാണ്. അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്, താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പ്രമേയം അവതരിപ്പിച്ചു. KSKTU എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഗമം KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, KH ഷെനിത്, KC സുധ, AV സതീഷ്, ഷീന വിശ്വൻ, ബൈന പ്രദീപ്, KR ഹരി, KV ശ്രീധരൻ, ബേബി ശിവദാസൻ, സുകുമാരൻ വെള്ളാഞ്ചേരി, സജീഷ് സത്യൻ, PR രജീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗം രാജൻ പൊറ്റേക്കാട്ടിനെ ആദരിച്ചു. പുനർനിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ആശ്രയമായ ജനകീയാരോഗ്യ കേന്ദ്രത്തിന് പ്രൗഢിയോടെ പുതുജീവൻ. E.T. ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 42 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 1600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഡോക്ടേഴ്സ് റൂം, നഴ്സിംഗ് റൂം, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനുള്ള സൗകര്യം, പ്രാഥമിക ചികിത്സാ സൗകര്യം ഉൾപ്പെടെ ആവശ്യ സേവനങ്ങൾ നൽകുവാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 58 വർഷത്തോളം പഴക്കത്തോടെ ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡായ കൂരിക്കുഴിയിൽ നിലകൊള്ളുന്ന ആരോഗ്യ കേന്ദ്രമാണ് പുതിയ രൂപഭാവത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടോളം പഴക്കമുള്ളതിനാൽ ജീർണാവസ്ഥയിലായിരുന്നു കെട്ടിടം. ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികളുടെ ആവശ്യപ്രകാരമാണ് കെട്ടിടം നവീകരിച്ചത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 രാവിലെ 10 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KS ജയ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ജനപ്രതിനിധികൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ.
അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും കുടുംബയോഗങ്ങൾക്കും തുടക്കമായി. വലപ്പാട് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന വയോജന ദിനാചരണം KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി MV രാധാകൃഷ്ണൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം CR ഗണേഷ്, യൂണിറ്റ് രക്ഷാധികാരി KK സെയ്ദ് മുഹമ്മദ്, MV മോഹനൻ, ED ആശാലത, NR പ്രകാശൻ, PA ജോസഫ്, TMC രാജൻ, PV സുഷമ, MG സന്തോഷ് കുമാർ, KV ജെയിൻ, PA മേരി എന്നിവർ സംസാരിച്ചു. 80 വയസ്സ് തികഞ്ഞ യൂണിറ്റ് അംഗങ്ങളെയും വയോധികരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തൃശൂർ വാസൻ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് കണ്ണു പരിശോധന ക്യാമ്പ് നടന്നു. കേരളത്തിൽ എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ലോക വയോജന ദിനം എന്ന പേരിൽ അറിയപ്പെടുന്ന 1990 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വയോജന ദിനം, അതായത് വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരാണ് രാഷ്ട്രശില്പികൾ എന്ന് വിശേഷിക്കപ്പെടുന്നത്. നമ്മുടെ മുൻകാല നമ്മുടെ വയോജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വളരെയധികം യത്നിച്ച് വന്നിട്ടുള്ളവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും വയോധികരെ ഇന്നത്തെ ചെറുപ്പക്കാർ അവരെ ബാക്കിലേക്ക് അല്ലെങ്കിൽ പിന്തള്ളപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ വയോജന ദിനത്തിന്റെ നയവും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള പ്രമേയവും അത് തന്നെയാണ്. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മഹാനവമി നാളിൽ നൃത്ത സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി നൃത്ത സംഗീതോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിഷ്ണുമായ സ്വാമിയുടെ ഈ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടെ കല അവതരിപ്പിക്കുന്നതിനും എല്ലാത്തിനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരികൾക്കും എല്ലാ നന്മകളും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാനവമി ദിവസമായ ഇന്നത്തെ നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഒരു കഥ പറയാം ഫെയിം കണ്ണൻ തളിക്കുളം മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പഞ്ചാബിൽ നടന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ വിന്നറായ ശ്രേയ ബാബുരാജിനെ സ്നേഹാദരം നൽകി ആദരിച്ചു. വ്യാസ ബാബു, ദിവാസ് ആലക്കൽ, രാജു തൈപ്പറമ്പത്ത്, രഘു നന്ദനൻ, ക്ഷേത്രം സെക്രട്ടറി മേഘനാഥൻ, പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ മാസ്റ്റർ, പ്രേമൻ കണ്ടംകുളത്തി, രാധാകൃഷ്ണൻ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗംഗാദേവി പെരുവല്ലൂരിൻ്റെ സംഗീത കച്ചേരിയും ശേഷം തൃപ്പയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിൻ്റെ സംഗീതാർച്ചനയും അരങ്ങേറി. വൈകിട്ട് നൃത്തോത്സവം അരങ്ങേറി. വിശ്വരൂപം വശ്യഗാത്രം महिषवाहनं वाञ्छितार्थफलप्रदं विष्णुमाय श्रियं ഭസ്മമിട്ട് കുറിവരച്ച് തൊഴുതു നിൽക്കുമ്പോൾ ഭസ്മമാകും അല്ലലെല്ലാം തെല്ലുമില്ലാതെ ഭക്തനെ നീ കൈപിടിച്ച് കാലമേറ്റുമ്പോൾ കാലകാലൻ പോലും നിന്റെ ഭക്തനാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ചാഴൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം ആലപ്പാട് SNP സമാജ ഹാളിൽ ചേർന്നു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വിനീത ബെന്നി മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യകാരൻ ഡോക്ടർ KG ശിവലാൽ മാസ്റ്റർ വിഷയാവതരണം നടത്തി. 75 വയസ്സ് കഴിഞ്ഞവരെ യൂണിറ്റ് രക്ഷാധികാരി ചാക്കോരു മാസ്റ്റർ ആദരിച്ചു. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ, അന്തിക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KR പുഷ്പവല്ലി ടീച്ചർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മാസ്റ്റർ, യൂണിറ്റ് വനിതാ കൺവീനർ KM സുമതി, യൂണിറ്റ് സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ മാസ്റ്റർ, മുൻ ട്രഷറർ സെയ്തു KK എന്നിവർ സംസാരിച്ചു. ഡോക്ടർക്ക് ഒരു സ്ട്രോക്ക് വന്നതിന്റെ ഭാഗമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത ഡോക്ടർ നടക്കാൻ ഇതൊക്കെ ആയി. പക്ഷേ ഡോക്ടർ എന്തോ ആ ഡോക്ടർക്ക് പ്രോബ്ലം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മനസ്സ് ശരിയല്ല. അതുകൊണ്ടാണ് ആ ഡോക്ടർ വാതിൽ കുറ്റിയിട്ടിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾക്ക് അറിവും അതുപോലെ തന്നെ സമ്പത്തും ഒരു ഹോസ്പിറ്റൽ പോലും ഉള്ള ആളാണ് ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നാളെ നമ്മള് എന്താവും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉള്ള സമയം നമ്മൾക്ക് ആരോഗ്യം ഉള്ള സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സിന് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ഇനിയാണ് നമ്മൾക്ക് വേണ്ടി ജീവിക്കേണ്ടത് അല്ലേ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. അന്തിക്കാട് പെൻഷൻസ് ഭവനിൽ നടന്ന പരിപാടി EG വിദ്യാസാഗർ ആരോഗ്യത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യ ക്ലാസ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VB കൈലാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 75 വയസ്സ് പൂർത്തീകരിച്ചവരെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും സെക്രട്ടറിയുമായ TR പുഷ്പാങ്കദൻ ആദരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TS വിശാലക്ഷ്മി ടീച്ചർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന KK സച്ചിദാനന്ദൻ, MK ഷൺമുഖൻ, U നാരായണൻകുട്ടി, MV അരവിന്ദാക്ഷൻ, യൂണിറ്റ് സെക്രട്ടറി KA പ്രതാപൻ, യൂണിറ്റ് ട്രഷറർ P ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവ സൗജന്യമായി പരിശോധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താനീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TB മായ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ആയുർദൈർഘ്യം കൂടി കേരളത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ രണ്ടാം യുവത്വത്തിന്റെ ആരംഭം എന്നേ പറയാനുള്ളൂ. അതിൻ്റെ തെളിവാണ് ശാന്തി പാലസിൽ താന്യം പഞ്ചായത്തിന്റെ വയോജന മേളയിൽ ഞങ്ങളൊക്കെ കണ്ടത്. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ തോന്നില്ല. 80 വയസ്സായ എൻ്റെ അമ്മയൊക്കെ പാട്ടുപാടി. അപ്പോൾ എന്നിട്ട് അത് പ്രസിഡന്റ് എടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ മനസ്സും ശരീരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്തിക്കാട് ബ്ലോക്കിന് 5 പഞ്ചായത്തുണ്ട്. അതിൽ അരിമ്പൂർ പഞ്ചായത്ത് കേരളത്തിലെ തന്നെ വയോജനങ്ങളുടെ ക്ഷേമത്തിന് മുന്നിൽ നിൽക്കുന്ന ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് താന്യം പഞ്ചായത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ജസ്റ്റിസ് കേരള ജോയിന്റ് ഡയറക്ടർ റിട്ടയർഡ് ശ്രീദേവി കരുണാകരൻ വിഷയാവതരണം നടത്തി. 75 വയസ്സ് കഴിഞ്ഞവരെ രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ മാസ്റ്റർ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK പീതാംബരൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TK രാധാമണി, സാംസ്കാരിക വേദി കൺവീനർ M സതീദേവി ടീച്ചർ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ മാസ്റ്റർ, സെക്രട്ടറി VK ഉഷ, വൈസ് പ്രസിഡന്റ് MK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ 4ാം ദിവസമായ ചൊവ്വാഴ്ച നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടിയുടെ ഉദ്ഘാടനം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിച്ചു. സത്യം പറയണം, ധർമ്മം ആചരിക്കണം. മനുഷ്യൻ 4 ധർമ്മങ്ങളാണ് ആചരിക്കേണ്ടത്: സത്യം, ദയ, ദാനം, തപസ്. സത്യം പറയണം, കള്ളം പറയരുത്. ദാനം, കണ്ടറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. ദയ, നമ്മളുടെ സഹജീവികളോട് ദയ കാണിക്കണം. തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥനയാണ്, ധ്യാനത്തിനെയാണ് തപസ്. ഇതെല്ലാം മനുഷ്യൻ ആചരിക്കേണ്ടതായ ധർമ്മങ്ങളാണ്. 4 ധർമ്മങ്ങൾ: മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും
ഈശ്വരനെ പോലെ ഉപാസന ചെയ്യണം. ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഗോകുൽ കരിപ്പിള്ളി, സെക്രട്ടറി കെ എസ് സുയിൻ, വൈസ് പ്രസിഡന്റ് സി സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തിക്കാട് മഹാദേവ നൃത്ത വിദ്യാലയത്തിന്റെ നൃത്തസന്ധ്യ അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രത്തിന്റെ പ്രത്യേക ദൗത്യസംഘം തീരദേശ മേഖലകൾ സന്ദർശിച്ചു. കയ്പമംഗലം ചെളിങ്ങാട് പള്ളിനടയിൽ സെന്റ് ജോസഫ്സ് ദേവാലയത്തിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.